ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച രാവിലെ തോറും നാം അനുവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുന്ന ധ്യാനം അല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്നുള്ള അന്വേഷണ സ്വഭാവമുള്ള ചിന്തകൾ, അത് പങ്കിടുന്ന സന്തോഷം, ഞാനൊരു സക്രമെൻ്റ് എന്ന നിലയിലാണ് അറിയുകയും അനുഭവിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നത് എന്ന ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാൻ ഒരിക്കൽ കൂടെ ഇടയാകുന്നതിൽ എനിക്കുള്ള വലിയ സന്തോഷത്തെ ആദ്യമേ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ നമ്മുടെ അന്വേഷണത്തിന് വിധേയമാക്കി യേശു ശിമോനോടും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനോടും പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം, അതിൻ്റെ അർത്ഥമെന്ത് എന്ന അന്വേഷണമാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ അനുഭവത്തിൽ യേശുവിൻ്റെ പല ശ്രദ്ധേയമായ ആഴമേറിയ പ്രസ്താവനകൾ വെറും ശബ്ദങ്ങളായോ വാക്കുകളായോ മാത്രമായിട്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ചും സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെ നിരാശാജനകമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് വല്ലവിധേനയും മാറ്റം വരുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ ഈ ഒരു പങ്ക്തി ആരംഭിച്ചത് തന്നെ. യേശുവിനെ ക്രിസ്ത്യാനികൾ അവരുടെ വർഗീയമായ സ്വത്വത്തിൻ്റെ അടയാളമായും വ്യക്തിപരമായ ആഗ്രഹ സാധ്യതയുടെ ഉപകരണമായിട്ടുമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആത്മീയ ദർശനത്തിൻ്റെയും സാർവലൗകികമായ പ്രസക്തിയും വിശാലതയും തിരിച്ചറിയുന്നതിൽ ക്രിസ്തീയ സമൂഹം അമ്പേ പരാജയപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. സഭകളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാർമ്മികമായ തകരാറുകളും മതപതനവും വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന അങ്കലാപ്പും ആകമാനമായ ഒരു പ്രത്യാശാശൂന്യതയും, ഇതിൻ്റെയൊക്കെ വേരെവിടെ എന്ന് നാം അന്വേഷിച്ച് പോകുമ്പോൾ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഇടത്താണ്. യേശുവിനെ മനസ്സിലാക്കുന്നതിൽ ക്രിസ്തീയ സമൂഹം പരാജയപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ് നാം ഇപ്പോൾ വിവിധ രൂപത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. യേശു ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ, അത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അവരോട് പറയുന്ന അവർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, എവർക്കും കാണാപ്പാടം അറിയാം. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തീർച്ചയായും ഈ ഭാഗം ഒരു 100 തവണയെങ്കിലും കേൾക്കാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനി കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അവരോടായി ഒരു ചെറിയ അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് കണ്ണുമടച്ച് ഒരു 5 മിനിറ്റ് ധ്യാനിക്കുക. ഈ ഒരു പ്രസ്താവന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത് എന്താണ്? ഇന്ന് വരെ മനസ്സിലായിട്ടുള്ളത് എന്താണ്? ആ അന്വേഷണത്തിൽ കൂടെ നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വീണ്ടും ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ ഉള്ളടക്കവും നിങ്ങൾ നാളിതുവരെ മറ്റുള്ളവരിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള അറിവുകളുടെ സമാഹാരവും തമ്മിലുള്ള ബന്ധമെന്താണ്, പൊരുത്തമെന്താണ്, പൊരുത്തക്കേടെന്താണ്,
ഇത് അല്പമൊന്ന് അന്വേഷിക്കുന്നതും അനുഭവിക്കുന്നതും വളരെ ഗുണം ചെയ്യും എന്ന അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ നമുക്കറിയാം, ഈ കാലത്ത് മനുഷ്യരെ പിടിക്കുക എന്നുള്ളത് വളരെ വളരെ മോശമായ ഒരു പരിപാടിയാണ്. ഇപ്പം കേരളത്തിൽ തന്നെ പിള്ളേരെ പിടിക്കുന്ന ആളുകൾ വന്നാൽ അവരെ നമ്മളെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കല്ലെറിഞ്ഞോടിക്കും, നല്ല അടി കൊടുക്കും, പോലീസിൽ പിടിച്ചേൽപ്പിക്കും. അങ്ങനെ അതുപോലെ രാഷ്ട്രീയക്കാരാളുകളെ പിടിക്കാൻ വരുന്നുണ്ട്. അതത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കച്ചവടം താല്പര്യമുള്ളവർ നമ്മളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. പണ്ടൊക്കെ ട്യൂട്ടോറിയൽ കോളേജ് ഇടുന്ന ആളുകൾ ഓടി നടന്ന് അവിടെ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളെ പിടിക്കുന്ന ഒരു പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരസ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ ആളുകളെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആളുകളെ പിടിക്കുക എന്നത് നമ്മുടെ ഭൗതികമായ അറിവിൽ, സാമാന്യ ബുദ്ധിയിൽ അത്ര അന്തസ്സില്ലാത്ത, ഉദ്ദേശശുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു വ്യക്തത ആവശ്യമുള്ളത്, യേശു ഇത് പറയുന്നത് മീൻ പിടിച്ച് അഹോവൃത്തി നടത്തുന്ന 2 സഹോദരന്മാരോടാണ്, ശിമോനും അന്ത്രയോസും. അപ്പോൾ അവർക്കറിയാവുന്ന ഏക തൊഴിൽ മീൻ പിടിക്കുക. അവരറിയുന്ന ഏക പ്രക്രിയ പിടിക്കുക, പിടിക്കുക, പിടിക്കുക എന്നുള്ളതാണ്. അവരായിരിക്കുന്ന അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ ഇതുവരെ അറിഞ്ഞ ഒരു ജീവിത അവസ്ഥയുണ്ട്. ജീവിതത്തെപ്പറ്റി നിങ്ങൾ പ്രാപിച്ചിരുന്നതും പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതുമായ ഒരു ധാരണയും ഒരു ദർശനവുമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വ്യാപ്തി എന്താണ്, എൻ്റെ സാധ്യത എന്താണ്, ഇതിൽ ഞാൻ നിർവഹിക്കേണ്ട കടമകൾ എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങൾ ഇതുവരെ പ്രാപിച്ച ചില അറിവുകളും സങ്കല്പങ്ങളും ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു പോരുന്നു. അത് സംബന്ധമായ അനുഭവങ്ങളും അറിവുകളും മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഇടത്തിലേക്ക്, മറ്റൊരു തട്ടത്തിലേക്ക്, മറ്റൊരു ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അനേക സാധ്യതകളുടെ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ വഴി നടത്തും എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അത് തെറ്റിദ്ധരിക്കാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാവിലും സത്യത്തിലും അറിയേണ്ടതിന് ഉതകുന്ന വിധത്തിലുള്ള ധ്യാനമാണ് ഇവിടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഇതിനോട് ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കുന്നത് ആരംഭിക്കാൻ പോലും നമുക്ക് സാധ്യമാകുകയുള്ളൂ. അവിടെ എന്താണ് യേശു പറയുന്നത്? ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സ്വയം ത്യജിക്കുക എന്നുള്ളതാണ്. ഈ വാക്യവും എന്നെപ്പോലെ തന്നെ മനഃപ്പാഠം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിലും ഇതിൻ്റെയും അർത്ഥം ഗ്രഹിക്കുന്നില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് നമ്മുടെ ധ്യാനത്തിൽ കൂടെ വെളിപ്പെട്ടു വരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ സ്വയം ത്യജിക്കുക എന്ന ആശയത്തെ സഭകൾ തികച്ചും വികൃതമാക്കി, അതും സഭയുടെ ആദായ വർധനവിനുള്ള ഒരു പഴുതായി അധപ്പതിപ്പിച്ചിട്ടുണ്ട് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് സ്വയം ത്യാഗത്തിൻ്റെ കവറുകൾ ഇങ്ങോട്ട് തരികയാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഹോളി വീക്ക് സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ സെൽഫ് ഡിനയൽ കവേഴ്സ്, സ്വയത്യാഗത്തിൻ്റെ കവറുകൾ ഇങ്ങോട്ട് തരികയാണ്. ഇതാണ് നമ്മുടെ സ്വയത്യാഗത്തെ രൂപഗണനയാക്കി അങ്ങോട്ട് കൊടുക്കണം. സഭകളുടെ സ്വയത്യാഗത്തെ പറ്റിയുള്ള ദർശനം ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നത്
നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയമായ തെണ്ടിത്തരത്തിൻ്റെ ഒരു മുഖം തന്നെയാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. സ്വയത്യാഗം എന്ന മഹത്തേറിയ ആത്മീയ ആശയത്തെ ഇതിലധികം വികൃതമാക്കുവാനോ അപമാനിക്കുവാനോ മണ്ണിലിട്ട് ചവിട്ടി മെതിക്കാനോ സാധ്യമല്ല എന്ന് മാത്രം പറഞ്ഞാൽ തൽക്കാലം മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കുന്നവർ സ്വയത്തെ ത്യജിക്കണം എന്ന് യേശു പറയുന്നത്? അപ്പോൾ ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും യേശു വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുവാനായിട്ടാണല്ലോ അവരെ ആഹ്വാനം ചെയ്യുന്നത്. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും അതേ ആഹ്വാനമാണ്. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. രണ്ടും ഒന്നാണല്ലോ, യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് സ്വയത്യാഗം എന്നുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ആദ്യം പരിഗണിച്ച ആ ഭാഗത്തേക്ക് മടങ്ങിപ്പോകാം. മീനെ പിടിക്കുന്നവർ മീൻ പിടിക്കുന്ന ജോലി ഏതെങ്കിലും വിധത്തിൽ മറ്റ് ജോലികളെക്കാൾ മോശമാണ് എന്ന ഒരു ധാരണയും എനിക്കില്ല. അങ്ങനെ ഒരു സൂചനയും നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ജോലിയും തുല്യമായ അന്തസ്സും അർത്ഥവുമുള്ളതാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ പരിമിതിയുണ്ട്. അതുകൊണ്ട് ആ പരിമിതിയെ അതിജീവിക്കാനും നമുക്ക് കടമയുണ്ട് എന്നതാണ് എൻ്റെ നിലപാട്. നാം ഏത് ജോലിയിൽ പ്രവേശിച്ചാലും ഏത് അധ്വാനം നടത്തിയാലും ഭൗതികമായ മാത്രം കാഴ്ചപ്പാടിൽ ലാക്കോടുകൂടെ ലക്ഷ്യബോധത്തോടെ നാം ഏത് പ്രവൃത്തിയിലേർപ്പെട്ടാലും ഏത് അധ്വാനത്തിൽ പങ്കെടുത്താലും അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ സാധ്യത സ്വയം എന്ന ചിന്തയിൽ, സ്വയം എന്ന ആ സാധ്യതയിൽ അല്ലെങ്കിൽ പ്രതിഭാസത്തിൻ്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്ത വ്യക്തിയാണ്. ബഹുഭൂരിപക്ഷം അധ്യാപകന്മാരും എന്തുകൊണ്ടാണ് അധ്യാപകരായി ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് മാസാമാസം സന്ധിപ്പിനാവശ്യമായ ശമ്പളം ലഭിക്കണം, കുടുംബം പോറ്റണം. എന്നാൽ അത് മാത്രമല്ല ഒരു അധ്യാപികയ്ക്കുണ്ടാകാവുന്ന ദർശനം. വിശാലമായ ദർശനത്തോടുകൂടെയും ഈ ശുശ്രൂഷ, ഈ ജോലി നിർവഹിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു സൂചന എന്ന നിലയിൽ ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളെ പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ യഹോവ വിളിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊരിൽ തൻ്റെ ചാർച്ചക്കാരോടും സ്വന്തം ഭവനത്തിലും ജീവിച്ച് സാമാന്യം കുഴപ്പമൊന്നുമില്ലാതെ അല്ലലില്ലാതെ കഴിഞ്ഞുകൂടിയ അബ്രഹാമിനെ യഹോവ വിളിച്ചിട്ട് അവരോട് എന്താണ് പറയുന്നത്? നീ കണ്ടിട്ടില്ലാത്തതും ഞാൻ നിനക്ക് വേണ്ടി കണ്ടിട്ടുള്ളതുമായ ദേശത്തേക്ക് നിന്റെ ഭവനത്തെയും ചാർച്ചക്കാരെയും ഉപേക്ഷിച്ച് നീ പോകണം. എന്തിനു വേണ്ടി പോകണമെന്നവിടെ പറയുന്നുണ്ട്. അതിമനോഹരമാണ്. അവിടെ നീ ദേശത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം പോകണം. ഇപ്പോൾ സ്വന്തം ഗ്രഹത്തെയും അപ്പനെയും അമ്മയെയും ചാർച്ചക്കാരെയും ഒക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. നാം എന്തിനു വേണ്ടി ഉപേക്ഷിക്കണം? ദേശത്തിന് നീ ഒരു അനുഗ്രഹമായി തീരത്തക്കവണ്ണം നിന്റെ വ്യക്തിത്വം വളരണമെങ്കിൽ നീ ഇപ്രകാരമുള്ള ഒരു വലിയ ത്യാഗം സ്വീകരിക്കേണ്ട മർമ്മമുണ്ട്, ആവശ്യമുണ്ട്. അപ്പോൾ സ്വയത്തെ ത്യജിക്കുക എന്ന ഈ ഒരു ആത്മീയ ചുവടുവയ്പ്പിൻ്റെ ക്രിയാത്മകമായ അർത്ഥം എന്താണെന്ന് പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഭാഗം, അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് യേശുവിൻ്റെ സ്വയത്യാഗത്തെ മനസ്സിലാക്കാൻ സാധിക്കും. യേശു എന്തുകൊണ്ടാണ് തന്നെ ക്രൂശിലെ മരണത്തിന് സമർപ്പിച്ചു കൊടുത്തത്?
അത് ദേശത്തിന് അനുഗ്രഹമാകാൻ മാത്രമല്ല, മനുഷ്യജാതിക്ക് ആകമാനം അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയാണ് യേശു തന്നെ ത്യജിച്ച് ക്രൂശിലെ മരണത്തോടും തന്നെ താഴ്ത്തി ദൈവഹിതത്തിന് വിധേയമാക്കിയത് എന്നത് സുവിശേഷങ്ങൾ പകലുപോലെ വെളിപ്പെടുത്തുന്ന പച്ച പരമാർത്ഥമാണ്. ആ ഒരു വലിയ ദർശനമില്ല എങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ മരണം വെറും ആത്മഹത്യ മാത്രമാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്ത ചില എഴുത്തുകാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യേശു യഹൂദന്മാരെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് തൻ്റെ കൊല നടത്തിക്കുകയായിരുന്നു, ഇത് പരോക്ഷമായ ഒരു ആത്മഹത്യയാണ് എന്ന വലിയൊരു കണ്ടുപിടുത്തം നടത്താൻ ഇടയാൻ്റെ കാര്യം. ഇങ്ങനെയുള്ള ആത്മീയമായ ആശയത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വലിയ പാണ്ഡിത്യമുള്ള വലിയ അറിവിൻ്റെ നിറകുടങ്ങളായ മണ്ടന്മാരാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നാം വേദപുസ്തകത്തിൻ്റെ ആത്മീയ ദർശനം ആദ്യം മുതൽ അവസാനം വരെ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രം മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നത്. അബ്രഹാമിൻ്റെ വിളിയാണെങ്കിലും ശിമോൻ്റെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിൻ്റെ വിളിയാണെങ്കിലും യേശുവിൻ്റെ നിയോഗമാണെങ്കിലും യേശു തലമുറകൾക്ക് നൽകുന്ന നിയോഗമാണെങ്കിലും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പൊതുവായ ഒരു ഘടകമുണ്ട്, എ കോമൺ ഡിനോമിനേറ്റർ. അതെന്താണ്? സ്വയത്തിന് അപ്പുറം ചിന്തിക്കുകയും സ്വയത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ബൃഹത്തായ ലക്ഷ്യങ്ങൾ, അവയ്ക്ക് ജീവനേക്കാൾ വില കൊടുത്ത് അനുധാവനം ചെയ്യുന്നതുമായ വ്യക്തികളാണ് ആത്മീകമായ വെളിച്ചമുള്ള ജീവിതം നയിക്കുന്നത്. അവരാണ് ദൈവമക്കൾ എന്ന തിരിച്ചറിവാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. രണ്ട് തരത്തിലുള്ള മനുഷ്യ സ്വഭാവം ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്വയത്തെ മാത്രം അനുധാവനം ചെയ്യുന്നവരാണ്, സ്വയത്തിൻ്റെ താല്പര്യത്തെ മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, സ്വയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നവരാണ്. അതിൻ്റെ ഒരു സ്വഭാവമാണ് ഈ നാർസിസം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രേമിക്കുന്നു, ഫോളിങ് ഇൻ ലവ് വിത്ത് യുവർ സെൽഫ്, നാർസിസിസം. നമുക്കറിയാം, പല മഹാന്മാരും ആ കൂട്ടത്തിലുള്ള ഈ ഭാരതം മുഴുവനും ഇന്നയാളിനെ ആരാധിക്കണം, എന്നെ ആരാധിക്കാത്തവനെ ഞാനിവിടെ വെച്ച് ഉറപ്പിക്കില്ല. അതൊക്കെ നാർസിസിസമാണ്. അതിൻ്റെ എന്താണ് പറയുക, താത്വികമായ ദാർശനികമായ പദമാണ് ഈഗോട്ടിസം അല്ലെങ്കിൽ മെഗലോമേനിയ. എന്നേക്കാൾ കവിഞ്ഞാരുമില്ല, എൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ ഒരു വലിയ ബിംബം ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ബിംബമാണ്. അതിൻ്റെ മുമ്പിൽ രാജ്യത്തുള്ള എല്ലാവരും മുട്ടുകുത്തി വണങ്ങി നമസ്കരിക്കണമെന്ന് പറയുന്നില്ലേ? അതെല്ലാ രാഷ്ട്രീയ നേതാവും താല്പര്യപ്പെടുന്ന കാര്യം അവിടെ ഒരു പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരും, എല്ലാ രാജാക്കന്മാരും, എല്ലാ പ്രധാനമന്ത്രിമാരും, എല്ലാ പ്രസിഡന്റുമാരും ഈ നെബൂഖദ്നേസർ തന്നെയാണ് സംശയിക്കേണ്ടത്. ആ കൂട്ടത്തിൽ ബിഷപ്പന്മാരെയും ആർച്ച് ബിഷപ്പന്മാരെയും കർദിനാളന്മാരെയും പോപ്പുകളെയും പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള കൊച്ചച്ഛന്മാരെ പോലും നിങ്ങൾ കൂട്ടണം. എൻ്റെ അനുഭവത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, മതമേഖലയിൽ നേതൃത്വം കാംക്ഷിച്ചു വരുന്ന ആരാണെങ്കിലും അവർ സ്വയത്തെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിലുള്ള സുഖം അന്വേഷിച്ച് വരുന്നവരാണ്. അവരെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ കൺട്രോൾ ഫ്രീക്സ് ആണ്. അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുന്നത് അവർക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അതിനുള്ള സൗകര്യം മതത്തിൻ്റെ മേഖലയിൽ അവർ കണ്ടുപിടിക്കുന്നു. അത് മതത്തിൻ്റെ അധികാരത്തെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് സ്വയത്തിന് പ്രത്യേകമായ സായുജ്യം കണ്ടെത്തുവാൻ അങ്ങനെയുള്ളവർ മിടുക്കരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരിക മേഖലകളാണെങ്കിലും ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്വയത്തെ ഏറ്റവും കൂടുതൽ ഊതി വീർപ്പിച്ച് അതിൻ്റെ താല്പര്യങ്ങളെ ഏത് വിധത്തിലും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവർക്ക് എന്ത് നാശനഷ്ടങ്ങൾ വന്നാലും സാരമില്ല, സ്വയം രാജ്യത്വം നടത്തണം, എനിക്ക് രാജാവാകണം,
എനിക്ക് 10 പേരുടെ തലയിൽ എൻ്റെ കാല് വെക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നൊരു പ്രാകൃത സ്വഭാവമാണ് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനാണ് ലോകത്തിൽ വിലയുള്ളത്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈജിപ്തിലെ ഫറവോയും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പലസ്തീനിലെ ഹെരോദാവും. അത് ഒരു ചിത്രീകരണമാണ്. അത് വ്യക്തികൾ മാത്രമല്ല, ഓരോ മർമ്മങ്ങളുടെ അവതരണം കൂടെയാണ്. ഇംഗ്ലീഷിൽ അതിന് ഐഡിയ എന്ന് പറയും. an ഐഡിയ വ്യക്തി മാത്രം, ഇൻഡിവിജ്വൽ മാത്രമല്ല, അവരൊരു ഐഡിയ കൂടെയാണ്. ഇതെല്ലാ മനുഷ്യരും പ്രാകൃത സ്വഭാവത്തിൽ കാംക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ സ്വയത്തിൻ്റെ ഈ സ്വഭാവം, അതിന് മാറ്റം വരുത്തിയെടുക്കാൻ വലിയ 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 പ്രയാസമാണ്. മനുഷ്യ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ഒരു ഘടകത്തെ, ഈ ഒരു വിഷത്തെ, ഈ വിഷമിറക്കാൻ ലോകത്തിലൊരു വിഷകാരിയുമില്ല, വിഷഹാരിയുമില്ല. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ വിഷം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും സ്വയത്തിൻ്റെ. അങ്ങനെ സ്വയത്തിൻ്റെ വിഷം നമ്മളിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ സങ്കുചിതമായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മഹനീയമായ സാധ്യതകളെ തിരിച്ചറിയുവാനോ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഇനി അല്പസമയം നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതോടെ നഷ്ടമൊന്നുമില്ലല്ലോ. ചരിത്രത്തിൽ മനുഷ്യരാശി എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്? ഭൗതികമായും ആത്മീകമായും എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്? മനുഷ്യരാശിയുടെ സനാതനമായ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭാവന ചെയ്തിട്ടുണ്ടോ അവരെല്ലാം സ്വയത്തെ മറന്ന് സേവനം ചെയ്തവരാണ്. സ്വയത്തെ അതിജീവിക്കാത്ത ഒരു വ്യക്തി പോലും മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ള നന്മയോ സംഭാവനയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏത് മഹാനായ വ്യക്തിയുടെയും ജീവചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാം, എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ജീവചരിത്രം എന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ള മർമ്മങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം പഠിക്കണം. ഞാൻ ജിയോർഡാനോ ബ്രൂണോയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം അറിഞ്ഞ ആത്മീയമായ സത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി വളരെ സുഖമായി ജീവിക്കാവുന്ന വളരെ കഴിവുള്ളൊരു മനുഷ്യൻ, ആ കാലത്തെ ജീനിയസ് ആയിരുന്ന മനുഷ്യൻ, അവസാനം തീയിൽ വെന്ത് എരിഞ്ഞ് മരിക്കേണ്ടി വന്നു. എന്തിനാണ്? താൻ അറിഞ്ഞ സത്യത്തെ, മനുഷ്യരാശിയുടെ ഭാവിക്ക് ഏറ്റവും ഗുണം ചെയ്യാവുന്ന ആശയങ്ങളെ, തനിക്ക് വെളിപ്പെട്ടു വന്ന സത്യങ്ങളെ ലോകത്തിന് പ്രദാനം ചെയ്യുമ്പോൾ അത് സഭയുടെ അന്നത്തെ നിലപാടിനോട് വ്യത്യസ്തമായിരുന്നത് കൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന നിർബന്ധം അവൻ്റെ മേൽ, ബ്രൂണോയുടെ മേൽ വന്നപ്പോൾ അത് വിസമ്മതിച്ചത് കൊണ്ടാണ് സഭ അവനെ കരിച്ചു കൊന്നുകളത്. അങ്ങനെ സ്വയത്യാഗത്തോടുകൂടെയാണ് മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെ മഹാന്മാരായ ആളുകൾ സംഭാവന നൽകി. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ ചിന്തിക്കുന്നത്. ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഘനമേറിയ സംഭാവനകൾ നൽകുവാൻ ഇംഗ്ലണ്ടിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമൊക്കെ മിഷണറിമാർ ഇവിടെ വന്ന് ത്യാഗബുദ്ധിയോടെ പ്രവർത്തിച്ച വളരെ വീരസാഹസികമായൊരു ചരിത്രമുണ്ട്. അതിനെപ്പറ്റി ആരും അധികം പ്രതിപാദിക്കാറില്ല. ഞാൻ മേലുകാവ് കൺവെൻഷനിൽ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെയും അവിടുത്തെ സാധാരണ ആളുകളുടെ വായിൽ നിന്ന് വരുന്നൊരു പ്രസ്താവന, ഞങ്ങൾക്കിപ്പോൾ വേദപുസ്തകം വായിക്കാൻ ഇടയാകുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത്, ഞങ്ങൾക്കിപ്പോൾ കാട്ടിൽ നിന്നിറങ്ങി നാട്ടിൽ വന്ന് പരിഷ്കൃത ലോകത്തിൽ തലയോർത്ത് നിൽക്കുവാൻ ഇടയായത് മുഴുവനും മിഷണറിമാർ ഇവിടെ വന്ന് കൊതുകിൻ്റെ കടി കൊണ്ട് പലരും മലേറിയ പിടിച്ച് ചത്തുപോയി ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഓതി തന്നതുകൊണ്ടാണ്, ഞങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു പുതിയ ലോകം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതെന്ന് വളരെ ആവേശത്തോടും നന്ദിയോടും കൂടെ പ്രസ്താവിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ സത്യം. ഇപ്പോൾ ലോകത്തെവിടെയെങ്കിലും മനുഷ്യജാതി പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി പോലും അങ്ങനെയാണ്. ആത്മീയമായി നമുക്കറിയാം, ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എല്ലാം ത്യജിച്ച് ദശകങ്ങളോളം തപസ്സിരുന്ന്
ചില കാര്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായി ജീവിതത്തെ ത്യാഗം ചെയ്ത മനുഷ്യരുടെ കഥയാണിത്. രാജകുമാരനായി ജനിച്ചു വളർന്ന സിദ്ധാർത്ഥൻ മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി സ്വീകരിച്ച ആ വലിയ ത്യാഗത്തിൻ്റെ കഥ എത്ര വായിച്ചാലും എനിക്ക് തൃപ്തി വരില്ല. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ BR അംബേദ്കർ ബുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയതെന്ന് വായിച്ചു നോക്കുക. അത് ഒന്നു മാത്രമല്ല, അനേക ചരിത്രങ്ങളുണ്ട്. ഇത് BR അംബേദ്കറിൻ്റെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി എന്നോട് താല്പര്യമുണ്ട്. അത് യേശുവിൻ്റെ ചരിത്രത്തിലാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സകല മഹത്വത്തോടും കൂടെ രാജ്യത്വം ചെയ്തുകൊണ്ടിരുന്ന പുത്രനായ ദൈവം ലോകത്തിൽ കടന്നു വന്ന് ഏറ്റവും നികൃഷ്ടമായ ക്രൂശിലെ മരണം സ്വീകരിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ വെളിച്ചമായി തീരേണ്ടതിന് വേണ്ടിയാണ്. ലോകത്തിന് വെളിച്ചം ആവശ്യമാണ്. മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ സ്വയത്യാഗത്തിൻ്റെ ആത്യന്തികമായ സ്കോപ്പ് എന്താണ്, സാധ്യത എന്താണ് എന്ന് യേശുവിന് നന്നേ വ്യക്തമായി തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു മനുഷ്യജാതിക്ക് പ്രദാനം ചെയ്യുന്ന വിടുതൽ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടാകണം. സാർവലൗകികമായ മനുഷ്യൻ്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, അത് ചിലർ കാരാഗ്രഹങ്ങളിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ചിലർ സാമ്പത്തികമായ പട്ടിണിയും പരാധീനതയും അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ചിലർ രോഗഗ്രസ്തരാണ്, അല്ലെങ്കിൽ ചില ആളുകളുടെ ക്രൂരതയ്ക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. മനുഷ്യരാശിയുടെ മുഖത്തുള്ള കറുത്ത പൊട്ടുകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. കറുത്ത അടയാളങ്ങൾ തന്നെയാണ്. എന്നാൽ അതല്ല പ്രശ്നം. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ലോകത്തുള്ള എല്ലാവരും പെടുന്ന എല്ലാവരെയും ഒന്നുപോലെ ബാധിക്കുന്ന പ്രശ്നം, മനുഷ്യൻ അവന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ, ഒരു വ്യക്തി അവന് വേണ്ടിയോ അവൾക്ക് വേണ്ടിയോ മാത്രം ജീവിക്കുമ്പോൾ അവരുടെ ജീവിത സാധ്യതകൾ വളരെ 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 പരിമിതപ്പെട്ടു പോകുന്നു എന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ഞാൻ ഒരു മൃഗത്തിന് തുല്യമാണ്. ഞാൻ വലിയ മണിമാളികളായിരിക്കും താമസിക്കുന്നത്, ഞാൻ 1.5 കോടി രൂപയുടെ കാറിലായിരിക്കും നടക്കുന്നത്, ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരോട് തോളുരുമ്മി സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായി ഞാനൊരു മൃഗം മാത്രമാണ്. എന്നാൽ ഒരു മനുഷ്യനായി തീരണമെങ്കിൽ എല്ലാ മൃഗങ്ങളും സ്വയത്തിന് വേണ്ടി കരുതുന്ന ഈ സ്വഭാവമുള്ളവരാണ്. എൻ്റെ ജീവനെയും എൻ്റെ ജീവിതത്തെയും സംരക്ഷിക്കുക എന്ന കടമ എനിക്കുണ്ട് എന്നറിയാത്ത ഒരു മൃഗവും ഈ ലോകത്തിലില്ല, ചെടി പോലുമില്ല. അപ്പം ആ തരത്തിൽ മാത്രം നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നാം ആത്മീയതയുടെ ബാലപാഠം പോലും കണ്ടില്ല എന്നാണ് അർത്ഥം. ഒരു മൃഗം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വയത്തിൻ്റെ പരിമിതിയെ അതിജീവിച്ച് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത സ്ഥിതി ചെയ്യുന്നൊരു വ്യക്തിയിലല്ല, മനുഷ്യരാശിയുടെ ആകെത്തുകയിലാണ് എന്ന ആ പരമമായ സത്യം. ആ സത്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് യേശു. അതുകൊണ്ടാണ് യേശുവിന് മനുഷ്യൻ വരച്ച ഒരു അതിർവരമ്പുകളും മനുഷ്യൻ നിർമ്മിച്ച ഒരു മതിലുകളും സ്വീകാര്യമല്ലാതെ വന്നത്. മനുഷ്യരാശിയെ കീറിമുറിക്കുന്ന ഒരു മർമ്മത്തെയും ഒരു സംവിധാനത്തെയും ഒരു ക്രമീകരണത്തെയും യേശു സ്വീകരിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല, അല്പം പോലും സഹിച്ചിരുന്നില്ല എന്നത് യേശുവിനെ പറ്റി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ തിരിച്ചറിയുകയും എപ്പോഴും ഓർത്തിരിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാന പ്രമാണമാണ്. പക്ഷേ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണ്? പുരോഹിതന്മാർ വരയ്ക്കുന്ന വരയ്ക്കകത്ത് ഇട്ടാവട്ടത്തിൽ മാത്രം നിന്ന് ചവിട്ടാനേ ക്രിസ്ത്യാനിക്ക് അവകാശമുള്ളൂ. ഒരു പള്ളിയിലുള്ള ക്രിസ്ത്യാനി മറ്റൊരു പള്ളിയിലുള്ള ക്രിസ്ത്യാനിയോട് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ സുഹൃത്ത് ബന്ധം പുലർത്താൻ പോലും സാധ്യമല്ല. കേരളത്തിൽ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു നാൾ എന്ന് വരുമെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ഇത് പുരോഹിതവർഗം മനുഷ്യർക്ക് നൽകുന്ന സംഭാവനയാണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് നട്ടലുണ്ടാകണം. ഇതാണ് ശാപം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് മനുഷ്യന് വിടുതൽ വേണ്ടത്. മനുഷ്യൻ ഈ അവസ്ഥയിലായിരുന്നാൽ എപ്പോഴും അടിമയാണ്. അവൻ്റെ തന്നെ അടിമയാണ്. നിങ്ങളുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന നിങ്ങൾ തന്നെയാണ്.
നിങ്ങൾ സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശാലമായ സാധ്യതകൾ അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ വരയ്ക്കുന്ന ഇട്ടാവട്ടത്തിൽ മാത്രം കിടന്ന് കറങ്ങുന്ന ഒരു വളരെ നിരാശാജനകമായ അവസ്ഥയിൽ നിങ്ങളായിപ്പോകും. ആ അവസ്ഥയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാരാഗ്രഹം. ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനാണ് യേശു വന്നത് എന്നാണ് യേശു പറയുന്നത്. പക്ഷേ നാം ആചരിക്കുന്ന മതം പോലും നമ്മെ ഇട്ടാവട്ടത്തിൻ്റെ വിസ്താരം കുറച്ചുകൂടെ കുറയ്ക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിച്ച ഈ ദുരന്തം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു ശിമോനെയും അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു സ്പഷ്ടതയുണ്ട്, ഒരു വ്യത്യാസത്തെ പറ്റിയുള്ള സ്പഷ്ടതയുണ്ട്. എന്താണ്? ദൈവത്തെ അറിയുകയും ദൈവകേന്ദ്രീകൃതമായ ജീവിതം നയിക്കുകയും ചെയ്യാത്ത വ്യക്തി അവൻ സ്വയത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുത്തി പ്രതിഷ്ഠിച്ച് സ്വയത്തിൻ്റെ താല്പര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാൻ വയ്യായിരിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരംശം സോഷ്യൽ ആക്ഷന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. പല അവസരങ്ങളിലും എൻ്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. 1999 ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരെയും മനോഹർപൂരിൽ വെച്ച് കരിച്ചു കൊന്നപ്പോൾ അവിടെ ആദ്യം എത്തിയ ക്രിസ്ത്യാനി ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ അവിടെ പോകാൻ ഒരുങ്ങുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, പോകരുത്, പോയാൽ ജീവനോടെ മടങ്ങി വരികയില്ല. അതുപോലെ തന്നെ 2002 ഗുജറാത്ത് റൈറ്റ് വന്നപ്പോൾ, ഗുജറാത്ത് റൈറ്റ് കൊടുമ്പിരി കൊണ്ട കാലത്ത് 5 ദിവസം ഗുജറാത്തിൻ്റെ ഗോദറ തൊട്ട് സബർമതി ആശ്രമം വരെ ഞാനൊരു പീസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. തിരിച്ചു വരുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് പോയത്. ഞാൻ എൻ്റെ മഹിമ കൊട്ടിഘോഷിക്കാനല്ല ഇത് പറയുന്നത്, ഒരു പ്രത്യേകമായ സത്യം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നിങ്ങളെ അറിയിക്കാനാണ്. ഞാൻ സ്വയത്തിൻ്റെ സാധ്യതകളെയും താല്പര്യങ്ങളെയും അനുഭൂതികളെയും മാത്രം കരുതി ജീവിച്ചിരുന്നെങ്കിൽ ഈ വിശാലമായ മേഖലയുടെ 4 അയലത്ത് വരുവാൻ എനിക്ക് ആകുമായിരുന്നില്ല. മനോഹർപൂരിലേക്ക് നടത്തിയ ആ സാഹസിക യാത്ര ഒരു ഫിലിമായി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇത് കേട്ടറിഞ്ഞ് അവരുടെ ഒരു 7 അംഗ ടീമിനെ അയച്ച് ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഫിലിം ചെയ്ത് ഡെത്ത് ഓഫ് എ മിഷണറി എന്ന പേരിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫിലിം ഉണ്ടാക്കി ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ അത് കാണിക്കപ്പെട്ടു. അത് സംഭവിക്കാൻ കാരണം, അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ പരിപാടി ആവിഷ്കരിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം സ്വയത്തിൻ്റെ സങ്കുചിതമായ അതിർവരമ്പുകളെ അതിജീവിച്ച് ദൈവത്തിൻ്റേതായ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ നമ്മുടെ അനുഭവങ്ങൾ അത്ഭുതകരമായിരിക്കും, യാതൊരു സംശയമില്ല. കഴിഞ്ഞ കാലത്തെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജീവിതവും ഈ ചുവട് വെച്ച ശേഷമുള്ള നമ്മുടെ അവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്നെ നന്നേ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും യഥാർത്ഥത്തിൽ അനുഭവിക്കുകയാണോ, ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ചിന്തിക്കത്തക്കോണുള്ള അവസ്ഥയിൽ ഞാൻ ആയിപ്പോയിട്ടുണ്ട്. ഇത് ദൈവരാജ്യത്തിൻ്റെ സാധ്യതകളുടെ ഒരു കടുകുമണി പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമായി ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. മീൻപിടുത്തക്കാരായിട്ടാണ് ലോകത്തിലെല്ലാവരും വസിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തി അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ സത്യത്തിലേക്കും ആത്മാവിലേക്കും പ്രവേശിക്കുന്നത് വരെ മനുഷ്യരെല്ലാവരും മീൻപിടുത്തക്കാരാണ്. അത് പ്രതീകാത്മകമായി. ഇപ്പോൾ ഒരു അദാനിയും അംബാനിയും മീൻപിടുത്തക്കാരാണ്. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ. അതാണ് ഈ പ്രതീകത്തിൻ്റെ അർത്ഥം, സിമ്പിൾ. ഒരാൾ മീൻ പിടിക്കുന്നത് സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ഗുണത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ മീൻ പിടിച്ചത് കൊണ്ട് എൻ്റെ അയൽക്കാരന് ഒരു ഗുണവും ഉണ്ടാകത്തില്ല, എൻ്റെ കാര്യം നടക്കും. അതിനുവേണ്ടിയാണ് ലോകത്തിലുള്ള എല്ലാവരും തത്രപ്പെടുന്നത്. എന്നാൽ അതിനേക്കാൾ വളരെ മനോഹരമായ വിശാലമായ ഒരു ലക്ഷ്യം മനുഷ്യന് സാധ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ വ്യക്തി മനുഷ്യനായി തീരുകയുള്ളൂ.
ആ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് യേശു. മനുഷ്യജാതിയുടെ ഉത്ഥാനത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു കൊടുത്ത ആ വ്യക്തിത്വം, അത് സ്വയത്യാഗത്തിൻ്റെ ഏറ്റവും അത്യുജ്വലമായ ഉദാഹരണമാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നാം ലോകത്തെ കാണുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും അതിൻ്റെ സാധ്യതകളെ നാം തിരിച്ചറിയുന്നതും വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ വിശ്വാസി എന്ന് പറയുന്ന ആളെ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളിന് എന്താണ്? ഇംഗ്ലീഷിൽ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് എന്ന് പറയും. വല്ല വിധേനെ എൻ്റെ കാര്യം നോക്കണം, എൻ്റെ കാര്യം ചിന്താവാം. അതുകൊണ്ടാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പോലും നട്ടലുള്ള ക്രിസ്ത്യാനി എന്ന് ഇല്ലാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? സ്വയത്തിൻ്റെ അടിമകളാണ് എല്ലാവരും. സ്വയത്തിൻ്റെ സ്വഭാവം സ്വയ സംരക്ഷണമാണ്. എനിക്ക് എന്നെ സംരക്ഷിക്കണം, എൻ്റെ തൊലിക്ക് പോറലുണ്ടാകരുത്, മറ്റാരും ഏത് കുഴിയിലും വീണ് പോട്ടെ, ചത്തുപോട്ടെ, ഒരു പ്രശ്നവുമില്ല, എൻ്റെ തൊലിക്ക് പോറലുണ്ടാകരുത്. അതിനപ്പുറത്ത് ചിന്തിക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട് സാറേ, ഒന്ന് ചിന്തിക്കേ. അപ്പോൾ യേശുവിൻ്റെ ദർശനം എവിടെ കിടക്കുന്നു, ക്രിസ്ത്യാനിയുടെ അവസ്ഥ എവിടെ കിടക്കുന്നു, ദയവായി ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവർ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് ഒരു അത്ഭുതകരമായ രൂപാന്തരത്തിൻ്റെ രത്നചുരുക്കമാണ്. അതിൻ്റെ ആഴം, അതിൻ്റെ വിസ്താരം, അതിൻ്റെ ഉയരം, അതിൻ്റെ സാധ്യത, അതിൻ്റെ അത്ഭുതം എന്ത് എന്ന് വേണ്ടതുപോലെ വർണ്ണിക്കുവാൻ ഈ ഉള്ളവന് കഴിവില്ലല്ലോ. എങ്കിലും അത് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ത്രാണി നിങ്ങൾക്കേവർക്കും ഉണ്ട് എന്ന വലിയ ആശ്വാസം, ആ പ്രത്യാശയിൽ എൻ്റെ വാക്കുകളെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ ചിന്ത ഉപസംഹരിക്കുന്നു. ഇത് നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യണം എന്ന് ഏവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം.